നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചി, ഈ പ്രായത്തില് കുഞ്ഞുങ്ങളെ അങ്ങനെ ഫോണിൽ വിളിച്ച് കാണിച്ചൂടാ. ചേച്ചിക്ക് അതൊന്നും അറിഞ്ഞൂടെ? നീ ഏത് നൂറ്റാണ്ടിലടി ജീവിക്കുന്നത്? ഇപ്പൊ അതൊക്കെ ആരെങ്കിലും നോക്കുവോ? അറുത്ത് മുറിച്ച് കളഞ്ഞതിനെ നീ കൂട്ടിയോജിപ്പിക്കാനും ശ്രമിക്കണ്ട. അത് ഞാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് കേറിപ്പോകാതെ പോകാൻ. തൽക്കാലത്തേക്ക് അച്ഛനും സന്ദീപും ഒക്കെ പറയുന്നത് അനുസരിക്കേ നിവർത്തിയുള്ളൂ. എന്ത് പറയാൻ, നിന്നെ ഒരു തരത്തിലും മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരായി പോയി ഈ വീട്ടിലുള്ളവര്. അല്ലെങ്കിൽ തന്നെ നീ ജയിലിൽ ചെന്ന ധനുഷിനെ കാണുന്നതില് എന്താ തെറ്റ്? ഇവരൊക്കെ ഇത് ഏത് നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ധനുഷ് കുറ്റക്കാരനല്ലെന്ന് കോടതി തെളിഞ്ഞാലും അർച്ചന എഴുതുന്ന വിധി പ്രസ്താവനെ ഇവിടെ എല്ലാരും പരിഗണിക്കുന്ന അത്രയ്ക്ക് എല്ലാരും കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അവിടെ. ഈ വീട്ടില് നമ്മള് രണ്ടുപേരെ ഒഴികെ ബാക്കി എല്ലാവരെയും ഉള്ളം കയ്യിൽ വെച്ചിട്ടാ അവള് കളിക്കുന്നത്. നമ്മളോ നിനക്ക് ധനുഷിനോടുള്ള സ്നേഹം വെച്ചു. അല്ല, എന്താ നീ ഇനി ചെയ്യാൻ പോകുന്നേ? വെറുതെ ഏട്ടത്തി ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ആര് വിലക്കിയാലും ആര് തടഞ്ഞാലും ഞാൻ ധനുഷിനെ പോയി കാണും. അവന് പറയാനുള്ളതൊക്കെ ഞാൻ കേൾക്കും. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയുകയും ചെയ്യും. ഏട്ടത്തി ഒരു കാര്യം പറഞ്ഞ മോള് കേൾക്കണം. തൽക്കാലം നീ അവനെ കാണാൻ പോവാതിരിക്കുന്നതാ നല്ലത്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് നിന്നെപ്പോലെ തന്നെ എനിക്ക് ഉറപ്പുണ്ട്. അപ്പോ അവനെ കോടതി ജാമ്യത്തിൽ വിടും. അത് കഴിഞ്ഞ എപ്പോ വേണേലും നിനക്ക് അവനെ കാണുക സംസാരിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അല്ലെങ്കിലും ഈ ഒരു അവസ്ഥയില് നീ അവനെ കാണാതിരിക്കുന്ന മോളെ നല്ലത്. അത് ഇപ്പോഴുള്ള തകർച്ചയുടെ ആഘാതം കൂട്ടേ ഉള്ളൂ. അറിഞ്ഞുകൊണ്ട് സങ്കടങ്ങൾ വിലയ്ക്ക് വാങ്ങണം. ഇതെല്ലാം നീ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ആലോചിക്കുന്നോണ്ടാ. നീ കുറച്ചു ദിവസം കൂടെ ക്ഷമിക്ക. അവനിങ്ങി വരും. അതോടെ എല്ലാം ശരിയാവുകയും ചെയ്യും. നീ വിഷമിക്കണ്ട. ഇതിനു പകരം ഞാൻ വേറെ സംഘടിപ്പിച്ചു തരാം. അത് കഴിച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങ്. പിന്നെ ആവശ്യമില്ലാത്ത ആലോചനകളൊന്നും മനസ്സിലേക്ക് വരില്ലല്ലോ. മോളുടെ അമ്മ ഇരിക്കുന്നു. എന്താണ് അമ്മയോട് പറഞ്ഞേ? നമ്മൾ വല്യച്ഛനോട് ഫോണിൽ സംസാരിച്ച കാര്യം. ഞാനും മോളും കൂടി സച്ചിന് വീഡിയോ കോൾ ചെയ്തു. അല്ലേടി മോളെ? ചേച്ചി, ഈ പ്രായത്തില് കുഞ്ഞുങ്ങളെ അങ്ങനെ ഫോണിൽ വിളിച്ച് കാണിച്ചൂടാ. ചേച്ചിക്ക് അതൊന്നും അറിഞ്ഞൂടെ? നീ ഏത് നൂറ്റാണ്ടിലടി ജീവിക്കുന്നത്? ഇപ്പൊ അതൊക്കെ ആരെങ്കിലും നോക്കുവോ?
നിന്റെ അമ്മയുടെ വർത്താനം കേട്ടോ മോളെ? നിന്റെ അമ്മ പഴഞ്ചനായെന്ന് തോന്നുന്നേ. ഞാൻ നിന്റെ അമ്മയുടെ മൂത്തതാണെങ്കിലും ഞാൻ ഇങ്ങനത്തെ പഴയ ചിന്താഗതിയുള്ള ആളൊന്നും അല്ല കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ നിന്നെ വളർത്തി നിന്റെ അമ്മ വലിയൊരു അന്ധവിശ്വാസിയാക്കുന്ന മട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മോളെ വല്യമ്മ തന്നെ വളർത്തിക്കോളാം. നെല്ലിശ്ശേരിയിലെ രാജകുമാരിയാ, രാജകുമാരി. വല്യമ്മയുടെ പൊന്നും കൂടെ. ചേച്ചി ഇങ്ങനെ ബുദ്ധിമുട്ടണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാനെന്തായാലും ചുമ്മാ ഇരിക്കല്ലേ. ചേച്ചിക്കാണെങ്കിൽ അടുക്കളയിൽ ജോലിയും ഉണ്ട്. കുഞ്ഞിനെ കുളിപ്പിക്കാനും ഒരുക്കാനും ഉറക്കാനും ഒക്കെ എനിക്കിപ്പോ സമയമുണ്ടല്ലോ. ചേച്ചി ആ സമയം കൊണ്ട് ഇവിടുത്തെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്ത് തീർക്ക്. കുഞ്ഞിനെ ഇങ്ങത്താ. നീ പറയുന്ന പോലെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. വീട്ടു ജോലിയും ബാക്കി കാര്യമൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. നീ നല്ലപോലെ വിശ്രമിക്ക. അമ്മ കഴിഞ്ഞാ അടുത്ത സ്ഥാനം എനിക്കാ. ഞാൻ തന്നെ എന്റെ മോളെ വളർത്തിക്കോളാം. നഴ്സ് ആദ്യമായിട്ട് ആരുടെ കയ്യിലാ ഇവളെ തന്നെ? എന്റെ കയ്യിലാ. ആ നിമിഷം മുതൽ ഞാനും മോളും തമ്മില് ഒരാത്മബന്ധം തുടങ്ങി. അതാ ഞാൻ എടുക്കുമ്പോ മോൾക്ക് അറിയാത്ത അല്ല മോളെ. നിന്റെ ജോലി മോക്ക് യഥാസമയം പാല് കൊടുക്കുക എന്നുള്ളത് മാത്രം. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. വല്യമ്മയായിട്ടല്ല, അമ്മയായിട്ട് തന്നെ നോക്കിക്കോളാം. നീ മനസ്സിലൊന്ന് ഉറപ്പിച്ചോ, പാലുകൂടി നിർത്തുന്ന അന്നു മുതൽ ആ കുഞ്ഞുറങ്ങാൻ പോകുന്നതേ അർച്ചനയുടെ ഒപ്പമായിരിക്കും. നീ നോക്കിക്കോ, വളരുമ്പോ ഇവക്ക് നിന്നേക്കാളും ഇഷ്ടം എന്നോടായിരിക്കും. അത്രയ്ക്കാ ഞാൻ എന്റെ മോളെ സ്നേഹിക്കുന്നത്. ഓൾറെഡി മോളെ. വലിയമ്മ അമ്മയായിട്ട് മാറുമ്പോ അമ്മയ്ക്ക് കുഞ്ഞിന്റെ മനസ്സിൽ രണ്ടാം സ്ഥാനമായിരിക്കും. അർച്ചന വളരെ കൂടുതലായിട്ട് കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അതിന് നിനക്കൊരു പരിധി വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നിനക്കതിന് പറ്റിയെന്ന് വരില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.